ഹായ് ഗൈസ്, ഇന്ന് നമ്മളുടെ വീഡിയോ മൊത്തം ഒരു കവാസാക്കിയുടെ കളക്ഷൻസ് ആണ്. നമ്മളുടെ ഷോറൂമിലുള്ള വണ്ടികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ശരിക്കും ഒരു 600 ആൻഡ് സംതിങ് ആണ് CC. അതായത് 650 അത്രയും ഇല്ല. അപ്പൊ 600cc എന്ന് പറഞ്ഞാൽ അതിന് മേളിലായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കാൽപ്പലാണ്. എന്ന് വെച്ചാൽ അത്തരം ചെറിയ വണ്ടിയിൽ ഒരു മിനിറ്റ് വണ്ടി ഒന്ന് ഞാൻ ചരിച്ച് വെക്കട്ടെ. ശരിക്കും ഒരു ട്രാക്ക് ഓറിയന്റഡ് മോട്ടോർ സൈക്കിളാണ് നമ്മളെ കവാസാക്കി ZX6R. ഇത് ശരിക്കും നമ്മൾ പറയാം, ഒരു ഇതിന്റെ ഡിസൈനൊക്കെ ആണെങ്കിലും ഒരു ട്രാക്ക് ഓറിയന്റഡ് ആണ്. ഇങ്ങനെ കിടന്ന് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റിയ ഒരു ട്രാക്ക് ഓറിയന്റഡ് മോട്ടോർ സൈക്കിളാണ് നമ്മളുടെ കവാസാക്കി ZX6R. മെയിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറഞ്ഞുതരാം. ഈ ഒരു പരിമിതമായ CC, ഒരു 600cc ഒരു ലിറ്റർ ക്ലാസ്സിനെ ട്രാക്കിൽ അടിക്കാൻ പറ്റിയ പൊട്ടൻഷ്യലുള്ള വണ്ടിയാണ് കവാസാക്കി ZX6R. ഇതാ കണ്ടില്ലേ നിങ്ങൾ? ഈ വണ്ടി ജസ്റ്റ് ഓടിയെങ്ങനെന്ന് വെച്ചാൽ 20,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. ഇതെനിക്ക് തോന്നുന്നു 2020 മോഡലാണ് നമ്മളിലുള്ള കവാസാക്കി ZX6R. അപ്പോൾ ഒരു പെണ്ണ് വേണ്ട എന്നൊക്കെ ജീവിതത്തിൽ തീരുമാനിച്ച ക്രോണിക് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കുള്ള വണ്ടിയാണ് നമ്മളുടെ ZX6R. കാരണം ഇതിനൊരു പില്ലിയൻ സീറ്റ് വരുന്നില്ല. ഇതിന്റെ ബാക്കിൽ ഒരു കവളായിരിക്കും. ഒരു സിംഗിൾ സീറ്ററാണ് ഈ വണ്ടി. അത് നിങ്ങളുടെ RC ബുക്കിലും അങ്ങനെ തന്നെയാണ്. 6R മേടിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും പൊതുവെ ഈ വണ്ടിയില്ലേ ട്രാക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇത് ട്രാക്കിൽ ഓടിക്കാനും കൂടെ വേണ്ടിയാണ് കമ്പനി ഇത് പറയുക. പക്ഷെ ട്രാക്കിൽ ഇത് ഇറങ്ങിയിട്ട് ഭൂരിഭാഗം വണ്ടികളും ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കില്ലേ ഈ ഫുഡ് ട്രസ്റ്റിന്റെ അടിയിൽ നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ട്രാക്കിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന്. ഈ വണ്ടി ട്രാക്കിൽ ഇറങ്ങിയിട്ടില്ല. ട്രാക്ക് കണ്ടിട്ടില്ല വണ്ടി. അത്തരം ഈ വണ്ടി എന്താ പറയാ, ഉപയോഗിച്ചിട്ടില്ല മര്യാദക്ക്. പിന്നെ ഈ ഒരു 600, ശരിക്കും 630 സംതിങ് CC, 36 39 എന്തോ ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞോ, ആ ഒരു CCയിൽ ഇൻലൈൻ 4 സിലിണ്ടറായി വണ്ടി ഒരു ലിറ്റർ ക്ലാസ്സിനായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ട്രാക്കിൽ. അത്ര അധികം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ പറയും 10R സംഭവം പറയും. 10R കുറച്ചും കൂടെ ഹെവിയാണ്, കുറച്ചും കൂടെ പവർഫുൾ ആണ്. അത് നമുക്ക് റോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയല്ല ആക്ച്വലി. 10R ഒക്കെ ലോങ് ഡ്രൈവ് ഒക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ 10R അത്ര കംഫർട്ട് ആയിട്ട് നിങ്ങൾക്ക് റൈഡ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും അതൊരു ട്രാക്ക് ഓറിയന്റഡ് വണ്ടിയാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് സ്ട്രീറ്റിലും ഈസിലി യൂസ് ചെയ്യാം. ആ ഒരു പവറേ ഉള്ളൂ. 10R എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റോഡ്സിൽ, ഞങ്ങളുടെ ഫോറിൻ കൺട്രീസിലല്ല, നമ്മുടെ എറണാകുളം, നമ്മുടെ എന്താ പറയുക അടുത്തുള്ള ലോക്കൽ ഏരിയാസിൽ 10R ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഒരു 6R എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ എയറോഡൈനാമിക്സ് പ്രത്യേകം പറയണം, ഒരു റൈഡറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഒരു ട്രാക്ക് റേസ് DNA ഉള്ള വണ്ടിയാണ് നമ്മുടെ 6R. അപ്പോൾ ഇത് അങ്ങനെ ഉള്ളവർ നോക്കണതായിരിക്കും കൂടുതൽ നല്ലത്. പൊതുവെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചുതരാം. ഒരു ഇൻലൈൻ 4 600cc വരുന്ന വണ്ടി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. വണ്ടി ഒന്ന് വോമാവട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വണ്ടി ഒന്ന് വോമായിട്ട് വേണം നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കാൻ. ഇതിപ്പോൾ ഇന്ന് കോൾഡ് സ്റ്റാർട്ടാ. ചില സമയത്ത് ചില വണ്ടികൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു 10-30 സെക്കൻഡിനുള്ളിൽ കൈ കൊടുക്കാറുള്ളത്. അപ്പൊ ആദ്യമായിട്ട് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് നമ്മൾ എപ്പോഴും ഒരു 30 സെക്കൻഡ് ഡിലേ വന്നതിന് ശേഷം നമ്മൾ കൈ കൊടുത്താൽ വലിയ കുഴപ്പം. ഇതൊരു ഇൻലൈൻ 4ന്റെ സൗണ്ട് വേറെ ലീഗാണ്, അറിയാലോ കേട്ടോ. സിക്സാറിന്റെ സൗണ്ട് കേട്ടല്ല, അത് ആ 4 സിലിണ്ടറിന്റെ ഔട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ട്വിൻ സിലിണ്ടർ വണ്ടിക്ക് ഈ ഒരു ഔട്ട് കിട്ടില്ല. നിങ്ങൾക്ക് അറിയാലോ, വേറെ വണ്ടികളുണ്ട്. പക്ഷെ അതൊരു സ്പോർട്സ് ടൂററാണ്. പക്ഷെ ഇതൊരു പക്ക റേസ് പെക്കാണ് ഈ വണ്ടി. അതാണ് ഈ ഒരു ഔട്ട് കിട്ടുന്നത്. ഇനി ഞാൻ Z900 പറ്റി പറയാം. നമ്മുടെ 2 Z900 ഉണ്ട്. ഇതിപ്പോ 6R പറഞ്ഞല്ലോ, ഒരു 636cc. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം,
Z900 ഈ വണ്ടി ഒരു ഭീഷണിയാണ്. പക്ഷെ രണ്ട് കാറ്റഗറിയാണ് പിടിക്കണ കാര്യത്തിൽ. ഇത് രണ്ടും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വല്ലതും വരാണെങ്കിൽ ഈ വണ്ടിയായിരിക്കും കൂടുതൽ പൊട്ടൻഷ്യൽ കാണിക്കുക. കാരണം ഇത് നെയ്ക്കഡാണ്, ഇത് ഫെയറിംഗ് ഉള്ളതാണ്. അപ്പോൾ എയറോഡൈനാമിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു വ്യത്യാസം ഔട്ടിലെല്ലാം വണ്ടിയുടെ ഇടയിൽ കാണിക്കും. ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു Z900 ആണ്. Z900ന്റെ ഫസ്റ്റ് ഇവിടെ തന്നെ തുടങ്ങാം. ഒരു ബാറ്റ്മാന്റെ സാധനമാണ് അവർ ഉദ്ദേശിച്ചേക്കണത്. കണ്ട, ബാറ്റ്മാൻസ് മോട്ടോർ സൈക്കിൾ. ഇത് 2 മോഡൽ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ലേറ്റസ്റ്റ് ജെന്നിന്റെ തൊട്ട് മുന്നേ ഉള്ളത്, ഇത് അതിന് മുന്നേ ഉള്ളത്. ഇത് 2016, ഇത് 2023. 25 വണ്ടി പിന്നെ മാറിയിട്ടുണ്ട്, ഫേസ് ലിഫ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഇറങ്ങുന്ന Z900 എല്ലാം ഒരു Z900 അല്ല, ഇപ്പൊ നമ്മുടെ ZX6R ആണെങ്കിലും H2R എവിടെയൊക്കെയോ ഒരു സാമ്യമുള്ള പോലത്തെ ഫേസിങ് ആണ്. നിങ്ങൾക്ക് ആ വണ്ടി വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ Z900ന്റെ ഫ്രണ്ടും ഏകദേശം നമ്മുടെ ഇതില്ലേ, നമ്മുടെ പുതിയ 10R ഒരു ഹെഡ്ലൈറ്റ് കുറച്ചും കൂടെ വലുതാക്കി വെച്ച പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഈ Z900നെ പറ്റിയാണ്. ക്ലീൻ പീസ് എന്ന് വെച്ചാൽ ഇത്രയും ക്ലീൻ പീസ് ആയിട്ടുള്ള ഒരു Z900 നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. 2000 സംതിങ് ഓടിയിട്ടുള്ളൂ. TFT ഡിസ്പ്ലേ വരുന്ന 2809 കിലോമീറ്റർ ആണ് നമ്മുടെ Z900 ഓടിയിട്ടുള്ളത്. പക്ക മിന്റ് പറയാൻ കാര്യം, മിന്റ് എന്ന് പറയണത് വെറുതെ അല്ല. നിങ്ങൾ ഇവിടെ വന്നേ, ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതിന്റെ മിന്റ് കണ്ടീഷൻ. ഈ എഞ്ചിന്റെ സൈഡ്, ഈ ഉള്ളില്, ഓക്കെ, ഇതിന്റെ ഇത് നോക്കിയാൽ നിങ്ങൾ കൂളൻ ക്യാൻ ആ ഒരു കളർ കണ്ട, ഇതൊക്കെയാണ് ഞാൻ ഈ ക്വാളിറ്റി എന്ന് പറയണത്. ഈ സസ്പെൻഷൻ നോക്കി, സസ്പെൻഷൻ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പമ്പൊക്കെ വന്നേക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ട, അവിടെയുള്ള കളർ നിങ്ങൾ കണ്ട. അപ്പോൾ വെറുതെ അല്ല പറയണത് ക്വാളിറ്റിന്ന്, പക്ക ക്വാളിറ്റിയാണ് ഈ വണ്ടി. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു Z900 ഉണ്ടെങ്കിൽ ഇതാണ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഒരു ഡിഫക്റ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി അത്ര ക്ലീൻ ആണ്. നമ്മുടെ ഈ 2023 Z900 ഇത് സിംഗിൾ ഓണറാണ്. ഇതിന് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല 2800 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അപ്പം 9,75,000 റുപ്പീസാണ് നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യേണ്ടത്. തൊട്ടിപ്പുറത്തിരിക്കുന്ന വണ്ടി 2017 മോഡൽ Z900 ആണ്. അപ്പോൾ ഇതും നമ്മൾ ആസ്ക് ചെയ്യണം എത്രയെന്ന് വെച്ചാൽ അറൗണ്ട് ഒരു 6,49,000 റുപ്പീസാണ്. ഇത് 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 5th ഓണർ വണ്ടിയാണ്. അപ്പോൾ ഓണർഷിപ്പ് സൂപ്പർ ബൈക്സ് നിങ്ങൾക്ക് അറിയാലോ, ഇത് ഡെയിലി യൂസിനോ ഒന്നും എടുക്കുന്നതല്ല. അപ്പോൾ ഒരു കുറച്ചാൾ ഓടിക്കും, പിന്നെ വേറെ വണ്ടിയിലേക്ക് മാറും. അങ്ങനെ മാറിയാണ് കൂടുതലും സൂപ്പർ ബൈക്സ് വരുന്നത്. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം നല്ല വണ്ടികളാണ് നമ്മുടെ ഉള്ളത്. ഇപ്പോൾ 6R ആണെങ്കിലും 900 ആണെങ്കിലും നമ്മളുടെ 900 to 17 മോഡലാണെങ്കിലും. ഇതായിരുന്നു നമ്മുടെ അപ്പോൾ ഇന്നത്തെ കവാസാക്കിയുടെ വീഡിയോസ്. നമ്മളപ്പോൾ ഈ വണ്ടികളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വരണ സ്ഥലം അറിയാലോ, H2 ബൈക്സ് കലൂരാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ ചെയ്യുന്നതാണ്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഒരു കവാസാക്കി ഫാമിലി, ചെറിയൊരു കുടുംബം കവാസാക്കിയുടെ, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ക്ലീൻ വണ്ടികളാണ്. അപ്പോൾ വരിക, നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വിളിക്കാം, നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാം, വണ്ടികൾ കാണാം. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരേക്കും ബൈ.